വിനീത് ശ്രീനിവാസൻ്റെ ഏറ്റവും പുതിയ സിനിമയായ കരം, അത് നമ്മൾ FDFS കണ്ടിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ സിനിമയെപ്പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പിന്നെ സിനിമ കാണാത്തവർ പടം കണ്ടിട്ട് വേണം ഈ വീഡിയോ കാണാൻ. കാര്യം ഇതിൽ സ്പോയിലേഴ്സ് ഉണ്ടാവും. സോ അതുകൊണ്ട് സിനിമ കണ്ടിട്ട് വന്ന് ഈ വീഡിയോ കാണാം. സിനിമ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങളോട് ചോദിച്ചാൽ ഒരു ഒറ്റവാക്കിൽ ഉത്തരം പറയണമെങ്കിൽ ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. എനിക്ക് പേഴ്സണലി എനിക്ക് ഏറ്റവും ഫേവറേറ്റ് വിനീത് ശ്രീനിവാസൻ പടം എന്ന് പറഞ്ഞാൽ തിരയാണ്. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലറിൽ ഇവർ ഫ്രം ദ ഡയറക്ടർ ഓഫ് എന്ന് പറഞ്ഞിട്ട് എല്ലാ പടത്തിൻ്റെ പേര് എഴുതി കാണിച്ചിട്ട് കൂട്ടത്തിൽ തിരയുടെ പേര് മാത്രം കുറച്ച് നേരം ഇവർ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് ആ ട്രെയിലറിൽ. അപ്പോൾ അതിൻ്റെ ഉദ്ദേശം തന്നെ ഈ സിനിമയ്ക്ക് തിരയുടെ ഒരു ഫോർമാറ്റുമായിട്ടോ തിരയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലായിട്ടോ എവിടെ ഒരു സാമ്യം ഉണ്ടെന്നുള്ളത് വിനീത് ശ്രീനിവാസൻ ഇന്ന് പറയുമ്പോൾ വരുന്ന ഇമേജ് മാറ്റി എഴുതാൻ, അതായത് ആ ഇമേജുമായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ അദ്ദേഹം ആ ലൈഫിൽ ഒരൊറ്റ റിസ്ക് എടുത്തിട്ടുള്ളൂ, അത് തിരയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ എനിക്ക് അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഇപ്പോൾ തട്ടത്തിമറത്തായാലും ശരി മലർവാടിയൊക്കെ ആണെങ്കിലും എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് അത്ര ഫേവറേറ്റ് പടമൊന്നുമല്ല, ജസ്റ്റ് കണ്ട് വിട്ട സിനിമകളാണ്, അത്രേ ഉള്ളൂ. പക്ഷേ തിര കണ്ടപ്പോഴാണ് ഞാൻ പേഴ്സണലി വിനീത് ശ്രീനിവാസൻ ഇയാൾ ഭയങ്കര സംഭവമാണെന്ന് എനിക്ക് തിര കണ്ടപ്പോഴാണ് ഫീൽ ചെയ്തത് പേഴ്സണലി. കാര്യം അങ്ങനത്തെ ഒരു സിനിമ അന്ന് നമ്മുടെ മലയാളത്തിൽ കാണാത്തതുകൊണ്ട് എനിക്കത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാൻ തിര FDFS കണ്ടാളാണ്, തലവേദന എടുക്കുമായിരുന്നു സ്ക്രീൻ നോക്കിയിരിക്കും. മറ്റേ ഭയങ്കര റഷ്ഡ് ആണ് പടം, അതിൻ്റെ എഡിറ്റും പരിപാടിയൊക്കെ. അപ്പം പക്ഷെ അന്ന് ആ സിനിമ എനിക്ക് ഭയങ്കര ഒരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. അതൊരു ഭയങ്കര ഗൂസ് പമ്പിൽ എസ്പെഷ്യലി മ്യൂസിക്കും പരിപാടി എല്ലാം കൂടെ പടം മൊത്തത്തിൽ എനിക്ക് വർക്കായിരുന്നു. അതിനുശേഷവും ഞാൻ പിന്നെ അങ്ങനെ ഒരു ആ തിര പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ അതിനുശേഷം അതുപോലെ റിസ്ക് എടുക്കാൻ വിനീത് ശ്രീനിവാസൻ തയ്യാറായിട്ടില്ല. സോ വർഷങ്ങൾക്ക് ശേഷത്തിന് കിട്ടിയൊരു വലിയ എന്താ പറയുക ട്രോളുകളും പ്രശ്നങ്ങളൊക്കെ വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ട്രാക്ക് മാറ്റാനുള്ള ആ ലൈനിൽ ഭയങ്കര വ്യത്യസ്തമുള്ള ഡയറക്ടർ. അതായത് പുള്ളിയുടെ പടത്തിന് തിയേറ്റർ റിലീസ് ചെയ്യുമ്പോൾ ഒരു റിവ്യൂവും പിന്നെ പുറത്തിറങ്ങുമ്പം അല്ലെങ്കിൽ OTTയിൽ പിന്നീട് കണ്ട് കാലങ്ങൾക്ക് ശേഷം വേറെ റിവ്യൂവും കിട്ടുന്ന ഒരു ഡയറക്ടറാണ്. ഇപ്പോൾ തിയേറ്ററിൽ വർക്കായില്ല, പക്ഷെ പിന്നീട് ഓഡിയൻസ് മറ്റ് ഇപ്പോൾ ഹൃദയമൊക്കെ ആണെങ്കിലും തിയേറ്ററിൽ ഭയങ്കര വിജയമായിട്ട് പിന്നീട് പലരും ട്രോൾ ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുന്നതാണ്. അതിപ്പോൾ മെജോറിറ്റി പടങ്ങൾക്ക് ഇതുണ്ട്, പുള്ളിക്ക് പ്രത്യേകിച്ച് അതുണ്ട്. ഉണ്ട്. അതിൽ വർഷവിശേഷത്തിൽ കിട്ടിയ പ്രശ്നങ്ങൾ പുള്ളി അത് കുറച്ച് കൂടുതലായിരുന്നു. കാരണം നമ്മൾ വർഷങ്ങൾക്ക് ശേഷത്തിന് അത്രയും ട്രോൾ ചെയ്യപ്പെടേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. കാരണം അതൊരു ഒരു വൺ ടൈം വാച്ചബിൾ പടമാണ്, ജനറിക് സിനിമയാണ്. അങ്ങനെ കണ്ട് നമുക്ക് വിടാവുന്ന സിനിമയല്ല. നമുക്ക് ആ സിനിമയെ പറ്റി ഇങ്ങനെ ഒരുപാട് അതിനെ എടുത്ത് ഇങ്ങനെ വലിച്ചു കയറാനും മാത്രം ഒന്നും വലിയ കാര്യം ഒരു എലമെന്റ് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ അതിന്റെ സ്ക്രൂ വരെ എടുത്തിട്ട് ഇതെന്താണ് സ്ക്രൂ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിക്കുന്ന ലൈൻ ഓഫ് കളിയാക്കലായി പോയി ആ പടത്തിനായിട്ട്. അപ്പോൾ ആ സിനിമയ്ക്ക് ശേഷം അദ്ദേഹം ഒരു ട്രാക്ക് മാറ്റാനുള്ള ശ്രമമാണ്. ഞാൻ ആക്ച്വലി പടം കാണുന്നതിന് മുമ്പ് പുള്ളിയുടെ 1-2 ഇൻ്റർവ്യൂ കണ്ടിരുന്നു. അപ്പോൾ ആ ഇൻ്റർവ്യൂവിൽ പുള്ളി സ്പെഷ്യലി പറഞ്ഞിരുന്നു, അതായത് ഈ നോബിൾ ആണ് ഇതിൻ്റെ മെയിൻ ആക്ടർ, പുള്ളിയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പുള്ളി ആക്ച്വലി എഴുതി അഭിനയിച്ച് ഡയറക്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന സിനിമയായിരുന്നു. അപ്പോൾ ഈ സിനിമയുടെ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ വിനീത് ശ്രീനിവാസൻ പറഞ്ഞു ഒരു 1 ഇയർ വെയിറ്റ് ചെയ്യാമെങ്കിൽ ഞാൻ ഡയറക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമ ഇതിപ്പം വർഷങ്ങൾക്ക് ശേഷത്തിൻ്റെ ടൈമിൽ അതിൻ്റെ എനിക്ക് തോന്നുന്നു എന്തോ പോസ്റ്റ് പ്രൊഡക്ഷൻ എന്ത് പറയുകയാണെന്ന സമയത്താണ് നടക്കുന്നത്. അപ്പം അങ്ങനെ നോബിളിൻ്റെ സ്ക്രിപ്റ്റ് പുള്ളി ഡയറക്റ്റ് ചെയ്യാണ്. സോ പുള്ളിക്ക് ഒരു വലിയ വ്യത്യാസം വേണം. സ്കെയിൽ വൈസ് ആക്ച്വലി അതിലും ചെറിയ പടം അത് നമ്മൾ വേറൊരു രാജ്യത്ത് നടക്കുമ്പോൾ നമുക്കൊരു എപ്പോഴും നമ്മൾ വേറൊരു രാജ്യത്ത് പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഹോളിവുഡ് സിനിമയുടെ നമ്മളെപ്പോഴും തമാശയ്ക്ക് പറയുമല്ലോ, അതായത് ഹോളിവുഡ് സിനിമയുടെ ലുക്ക് കിട്ടണമെങ്കിൽ നേരെ വിദേശത്ത് പോയി ഷൂട്ട് ചെയ്യണം എന്ന് പറയുന്നതല്ലേ. അപ്പോൾ ഇതിൻ്റെ ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത് ജോമോനാണ്. അപ്പോൾ നമുക്ക് ജോണിനെ അറിയാമല്ലോ വിഷ്വലി എങ്ങനെയായിരിക്കും പുള്ളി ഒരു സാധനം പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇത്രയും ആൾക്കാർ, പിന്നെ ഷാൻ റഹ്മാൻ വീണ്ടും ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവും ചെയ്തിരുന്ന 2 പേരായിരുന്നു. എനിക്കൊന്ന് ഇതിൻ്റെ മെയിൻ ബീജിയം തിരയുടെ അതേ ബീജത്തിന്റെ സിമിലാരിറ്റി. അപ്പം ഞാനിങ്ങനെ പടത്തിന്റെ സ്റ്റോറി എലമെന്റ്സ് ഒക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ ചോദിച്ചു, ഈ തിര സിനിമാറ്റിക് യൂണിവേഴ്സ് അതായത് തിര 2.0 അത് കിട്ടിയില്ലല്ലോ എന്ന്. അതെ, തിരയുടെ സെക്കൻഡ് പാർട്ട് എടുക്കാത്ത വിഷമമുള്ളവർക്ക് തിരയുടെ അതിൻ്റെ ഒരു ചായകാഴ്ച ഒരു പടം എന്നുള്ളൊരു വൈബിലാണ് ഈ സിനിമ പോകുന്നത്. സിനിമ ഡിസപ്പോയിൻറ്റിംഗ് ആവണം പ്രധാനപ്പെട്ട കാരണം ഇത് നമുക്കിത് എവിടെയും ഒരു എന്താ പറയുക ഒട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നി ഈ മറ്റേ ഇപ്പോഴത്തെ പല ഡയറക്ടേഴ്സിനുള്ളൊരു എന്തൊരു ഡിലേമ എന്ന് പറയുന്നത്, ഈ ഓഡിയൻസ് ഇപ്പോൾ ഒരുപാട് ലോജിക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിൽ അത് ചെയ്യുന്നത്. ചിലരുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓഡിയൻസിന് അറ്റൻഷൻ സ്പാനിലെന്ന് പറഞ്ഞിട്ട് ചെറുപറ കട്ടിടും. അതെ, ചിലർക്ക് ഈ ലോജിക്ക് പ്രതീക്ഷിക്കുന്ന ലോജിക്ക് ഞങ്ങൾ കാണിച്ചു കൊടുക്കും. ലോജിക്ക് കാണിക്കുക, അതായത് ഇതിന്റെ സബ്ജക്റ്റ് കുറെ കൂടെ സിനിമാറ്റിക് ആക്കണോ അതോ ലോജിക്കൽ റിയലിസം ആക്കണോ, നമ്മുടെ റിയാലിറ്റി ആയിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അതെ, അങ്ങനെ ഒരു ടോണൽ ഷിഫ്റ്റ് ഭയങ്കര ഉണ്ടായിരുന്നു. ചില സീനിൽ നമ്മളിങ്ങനെ ഓക്കെ ഈ പടം റിയലിസ്റ്റിക് ആണെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് മറ്റേ BGM ഒക്കെ ഇട്ട് സിനിമാറ്റിക് ആക്കും. സിനിമാറ്റിക് ആണെന്ന് പറഞ്ഞ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് റിയലിസ്റ്റിക് ആയത് ഇങ്ങനെയാണ്, നമുക്ക് എംബസി വഴി അങ്ങനെ
ഇവർ എക്സ്പ്ലനേഷൻ, അതായത് ഇതിന്റെ എങ്ങനെയാണ് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട്, ഇങ്ങനെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഇവർ എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ഇത് നമുക്ക് അന്യരാജ്യത്തുമായി ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് എംബസി ഇടപെട്ടിട്ടാണ്. അതിന്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണ്ട. നമ്മൾ ഇത്രയും നാളത്തെ സിനിമാ കാഴ്ചകളിലൂടെ ഓഡിയൻസ് ആർജിച്ച കുറച്ച് അറിവുണ്ട്. അല്ല, ആ ഒരു കൺവിക്ഷൻ ഡയറക്ഷനിൽ ഭയങ്കര ലാക്കിംഗ് ആണ്. അത് ഒരുപാട് സ്ഥലത്ത് റിപ്പീറ്റ് ചെയ്യും. അതായത് ഈ കാണിച്ച ഒരു ഇഷ്യൂ കാണിച്ചത് എങ്ങനെ സംഭവിച്ചു എന്ന് അവർ വീണ്ടും പറയുകയോ ഇതിനൊക്കെ ലോജിക് ഉണ്ട് പിള്ളേരെ എന്നുള്ള ലൈൻ. അല്ല, അത് ആക്ച്വലി നമുക്ക് അങ്ങനെ കാണിച്ചില്ലെങ്കിൽ നമുക്കത് വലിയ ഇഷ്യൂ ആണ് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. അത് ഒരുപാട് സ്ഥലത്ത് മറ്റേ ഫൈനലി തന്നെ മറ്റേ ഒരു മെയിൻ സീക്വൻസ് ഇല്ലേ, അത് കുറേ നേരം സസ്റ്റെയിൻ ചെയ്യുന്ന സീക്വൻസ്. ആ ഒരു അണ്ടർഗ്രൗണ്ട് സാധനം തുറന്നിട്ട് ഇതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ആളുണ്ട്, നിങ്ങൾ അപ്പുറത്ത് എത്തും, അത് കഴിഞ്ഞ് മറ്റേ ഇതെങ്ങനെ ആ ഒരു എക്സ്പ്ലനേഷനൊക്കെ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഒരു സംശയമുണ്ട് എവിടെയും, ഇത് പുതിയ ഓഡിയൻസിന് വർക്കാവോ. അപ്പം അതിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ റൈറ്റർ മറ്റേ നോബിളാന്ന് പറഞ്ഞത്, എനിക്ക് തോന്നുന്നു നോബിളുടെ ഐഡിയാസ് ഇതിനകത്തുണ്ട്, കൊണ്ടുവന്ന ഐഡിയാസ് ഉണ്ട്. ബട്ട് ഇതിന്റെ ഒരു ജെല്ല്, അതായത് എനിക്ക് മനസ്സിലായത് ഇപ്പം നോബിൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഫുൾ ഓൺ ആക്ഷൻ പടം എടുക്കാനായിരിക്കാം, ഒരു ജോണർ പടം. ഇത് വർക്ക് കാരണം ഇതിൽ പക്ഷേ ഈ സിനിമയിൽ ഇപ്പോൾ വിനീത് ശ്രീനിവാസന്റെ ഡയറക്ടർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആഡ് ഓൺസ് ഉണ്ടാവുമല്ലോ, അതിൽ പലയിടത്തും നമുക്ക് എസ്പെഷ്യലി കുറച്ച് ഹ്യൂമർ ആഡ് ചെയ്യാൻ ശ്രമിക്കും ഈ പടത്തിൽ. അല്ല, മറ്റേ ശ്രീനിവാസൻ പറയുന്ന പോലെ നല്ല മുഴുപ്പുള്ള പാല, കുറച്ച് വെള്ളം ചേർക്കാൻ, കുറച്ച് കോമഡി ചേർക്കാം. അതായത് സംഭവം വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയുടെ ആ ടൊണാലിറ്റി, ഇതൊരു ഇതിലെ ഹ്യൂമർ സീക്വൻസ് ഈ പടത്തിലല്ലായിരുന്നെങ്കിൽ, അല്ല ഇതിന്റെ സബ്ജക്ട് മാറ്റർ കുറച്ച് ടച്ചിയാണ്. ഇതിനകത്ത് ഹ്യൂമർ ചേർത്തത്. അതെ, കാരണം ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് എലമെന്റിനെ ബേസ് ചെയ്താണ് ഈ പടം സഞ്ചരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇവർ ഈ ഹ്യൂമറൊക്കെ പലയിടത്തും പ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് ചിരിക്കാനും പറ്റുന്നില്ല, നമുക്കത് എങ്ങനെ എടുക്കാനും പറ്റുന്നില്ല. കാരണം സിനിമ സീരിയസ് ആയിട്ട് പോകേണ്ട പടമാണ്. പക്ഷെ അത് ഇവ സിനിമ എക്സാമ്പിൾ തിരയുടെ ഇടയ്ക്ക് ഈ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിക്കുന്നത്, അതിനകത്ത് 2-3 കോമഡി പറഞ്ഞാൽ സീനൊക്കെ അതെ ആസ് എ സീൻ ചിലപ്പോൾ മലയാളികൾക്ക് അതൊരു ഫണ്ണായിട്ടുള്ള സംഭവമാണ് നമുക്ക് അറിയാം. പക്ഷെ അത് ഈ പടത്തിനകത്ത് പ്ലേസ് ചെയ്യുന്നിടത്ത് നമുക്കത് ഈ പടത്തിനകത്ത് അത് പ്ലേസ് ചെയ്യുമ്പോൾ എന്തോ അതുകൊണ്ടാണ് ഇപ്പം 2 ഐഡിയാസ് വന്നിട്ട് 2 ഐഡിയാസും ഉണ്ട്. പക്ഷെ അത് അവരൊരു ഇരുന്നിട്ടത് ഇത് ക്ലാഷ് ആവുന്നുണ്ടോ, ഇത് വേണ്ട എന്ന് വെക്കുന്ന ഒരു ഡിസിഷൻ പെൻഡിങ് പോലെ തോന്നുന്നു. 2 ഐഡിയാസ് നമുക്ക് വരുന്നത്. ഇതൊരു പ്യുവർ ജോണർ ഫിലിമായിട്ട് വന്നിരുന്നെങ്കിൽ, ഒരു ആക്ഷൻ പടമായിട്ട് വന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ, അതായത് ഒരു പ്രോപ്പർ നമ്മളീ പറയുന്ന ഹോളിവുഡ്, ഇപ്പം എല്ലാവർക്കും ആക്ഷൻ പടം എന്ന് പറഞ്ഞാൽ ഹോളിവുഡിൽ ആകെ എടുക്കുന്ന പറഞ്ഞാൽ ജോൺ വിക്ക. അതായത് ആ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് 10 മിനിറ്റിൽ നമ്മൾ കഥ പറഞ്ഞു പടത്തിൻ്റെ, ഇനി നമുക്ക് ഫുൾ ഇടിയാണ്. അപ്പോൾ ആ ജോണറിലേക്ക് വരാൻ ചാൻസ് ഉള്ള ടൈപ്പ് ഓഫ് ഒരു സ്റ്റോറി ലൈനായിരുന്നു. അതെ, നമ്മൾ കണ്ട ജനറിക് സ്റ്റോറി ലൈൻ. അപ്പം ആ സ്റ്റോറി ലൈൻ വെച്ചുകൊണ്ട് ഒരു ഫുൾ ഓൺ ആക്ഷൻ പടം എടുക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനെ അങ്ങനെ പോകണ്ട, അതിനെ നമ്മളൊരു ത്രില്ലർ, പുള്ളി ഉദ്ദേശിക്കുന്ന ഒരു ത്രില്ലർ ലൈനാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. അതിന് ആ ത്രില്ലറിനുള്ളിൽ ത്രില്ലറിനുള്ളിൽ ഒരു ആക്ഷൻ കൊണ്ടുവരാമെന്നുള്ളൊരു ശ്രമമാണ് നടക്കുന്നത്. പക്ഷെ അത് നമുക്ക് ഫുള്ളി ത്രില്ലറായിട്ട് 3 ആക്ഷൻ സീൻ എന്തോ ഉള്ളൂ ഇനിഷ്യലി. ഇവരെ ആ സ്റ്റോറി ലൈൻ ഞാൻ ശ്രദ്ധിച്ചില്ല. ഇനിഷ്യലി ഫസ്റ്റ് നമ്മുടെ പടം തുടങ്ങുന്നൊരു ഇത് വിനീത് ശ്രീനിവാസന്റെ റെഗുലർ പടമല്ല എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു ആക്ഷൻ സീനിലാണ് പടം തുടങ്ങുന്നത്. അപ്പോൾ ആ സീൻ തന്നെ നമ്മൾ അത്ര എക്സ്പെക്ട് ചെയ്യാത്തൊരു ടെറൈനും എക്സ്പെക്ട് ചെയ്യാത്തൊരു എലമെന്റ്സും ഒക്കെയാണ്. ഒരു ട്രക്ക്, ഒരു 4x4 അതിനെന്താ പറയുക, 4x4 മറ്റേ ഇത് എന്താണ് ബീച്ച് ബൈക്ക്, അതിൽ ഫോളോ ചെയ്യുന്നു, ഷൂട്ട് ഔട്ട്. അപ്പോൾ അത് എൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്കെ ഇത് കുറച്ച് വ്യത്യസ്ത സംഭവമാണെന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ ആ സ്റ്റോറി ലൈൻ പിന്നെ അവർ കണ്ടിന്യൂ ചെയ്തിട്ടില്ല, ഇടയ്ക്ക് വെച്ച്. അല്ല, ആ സ്റ്റോറി ലൈനിന്റെ സംബന്ധിച്ച് ആ സ്റ്റോറി ലൈൻ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ ഇവനെ കോർട്ട് മാർഷൽ ചെയ്ത് വിട്ട് പിന്നീട് വിളിച്ച് പറയുന്നുണ്ട്. ന്യൂസിൽ ഇങ്ങനെ കാണിക്കുമല്ലോ, ന്യൂസിൽ കാണിക്കുന്നു. അത് കഴിഞ്ഞ് കൂടാതെ വിളിച്ച് പറയുന്നുണ്ട്, അവര് നമ്മളെയാണ് സെർച്ച് ചെയ്യുന്നത്. ഈ ട്രെയിലറിനകത്ത് ഈ എലമെന്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചത് കണ്ടിന്യൂ ചെയ്യുന്നത്, ഞാൻ വിചാരിച്ചു ട്രെയിലറിൽ ഇവർ വെച്ച ആ എലമെന്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഓക്കെ, അന്നത്തെ മിഷനിൽ ഈ ടെററിസ്റ്റ് ആക്ച്വലി ഇവരെ ഫോളോ ചെയ്ത് ഈ അന്നത്തെ ടീമിലുണ്ടായിരുന്നതിൻ്റെയൊക്കെ കൊല്ലാനുള്ള ശ്രമം, അതാണ് സിനിമയുടെ ഐഡിയ എന്നാണ് ഞാൻ ഇനിഷ്യലി വിചാരിച്ചത്. പക്ഷേ സിനിമ വന്ന് തുടങ്ങിയ ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും അതൊന്നും അല്ല ഇവർക്ക് വിഷയം. ഇതിനകത്ത് പെട്ടുപോയതായിരിക്കും നീ പറയുന്ന പോലെ. മറ്റേ ഈ 2 ഐഡിയാസ് ക്ലാഷ് ചെയ്തും മറ്റേയാളുടെ സ്ക്രിപ്റ്റിൽ ചിലപ്പം അതാവാം ചില അറിയില്ല. കാരണം അങ്ങനെ വെക്കുമ്പോഴേ ചിലപ്പോൾ ഇത് ഭയങ്കര ഫോറിൻ പടം പോലെ നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, അതായത് നമ്മുടെ കഥയായിട്ട് ഇത് കൊണ്ട് കണക്ട് ചെയ്യാനൊക്കെ എവിടെയൊക്കെ ഒരു ഇത് ഇംഗ്ലീഷ് പടത്തിന്റെ കഥയെ നമ്മൾ മലയാളത്തിലാക്കുന്നു എന്നുള്ളൊരു ഫീല് തോന്നുമോ എന്നുള്ളൊരു ചിലപ്പോൾ പേടിയിലായിരിക്കാം, അങ്ങനെ ഒരു ഡൗട്ടിലായിരിക്കും ചിലപ്പോൾ അവരങ്ങനെ ഇങ്ങനെ ഡിസിഷൻ എടുത്തത്. കാരണം ഈ ഡിസിഷൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതൊരു കുറച്ചുകൂടെ സിംപ്ലി ആൾക്കാർക്ക് മനസ്സിലാവും ഏതാ. ഇപ്പോൾ ഈ ഹ്യൂമൻ ട്രാഫിക് ഇത് കുറച്ചുകൂടെ ഈസിയാണ് കണക്ട് ചെയ്യാൻ, അറിയില്ല. അപ്പോൾ പിന്നെ പുള്ളി പറഞ്ഞ പോലെ കുറച്ചുകൂടെ ഇമോഷണലി ഇതിനെ കണക്ട് ചെയ്യാൻ ഇതായിരിക്കും നല്ലത് എന്നുള്ള ഡിസിഷൻ ആയിരിക്കാം. ഇതൊന്നും നമുക്കറിയില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് തോന്നുന്നതാണ് ഇങ്ങനെ നല്ലൊരു ട്രാക്ക് അവിടെ ഇടുന്നു, പിന്നെ അതിനെ ഫോളോ ചെയ്യാതെ വേറൊരു ട്രാക്കിൽ പോകുന്നു. ഈ ട്രാക്ക് ആക്ച്വലി നമ്മൾ ഈ കണ്ട തിരയുടെ അതേ ഫോർമാറ്റിലുള്ളൊരു സ്റ്റൈലിലാണ് പോണത്.
ബട്ട് അവിടെയും നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതൊരു ഇപ്പോൾ സിനിമ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇദ്ദേഹം ഒരു പട്ടാളക്കാരനാണ്. സെൻട്രൽ ക്യാരക്ടർ ഒരു പിന്നെ ആർമി ഓഫീസറാണ്. അദ്ദേഹം കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ടിരിക്കുക. അപ്പം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആർമി ഒരു പട്ടാളക്കാരനെ നമ്മളങ്ങനെ കാസ്റ്റ് ചെയ്യുമ്പോൾ ഇദ്ദേഹം ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടാക്ടിക്സോ അദ്ദേഹത്തിന് അറിയാവുന്ന എന്തെങ്കിലും എലമെൻറ്റുകൾ അദ്ദേഹം ഉപയോഗിച്ചായിരിക്കും ഇവിടെ ഈ ഒരു പ്രശ്നം. അതിനൊരു ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ കോർട്ട് മാർഷൽ ചെയ്യുന്നത് പറഞ്ഞാൽ ഞങ്ങൾ പട്ടാളത്തിൽ നിന്ന് തരുന്ന ഓർഡേഴ്സ് അനുസരിക്കാതെ തൻ്റെതായ രീതിയിൽ ചെയ്തുകൊണ്ട് അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താ ഇതേപോലൊരു പരിപാടി പുള്ളി വീണ്ടും ചെയ്യും. അതായത് നോർമൽ പട്ടാള രീതി അല്ലാത്തൊരു ബട്ട് ആ ഒരു ഹൈയിലേക്കുള്ള ഒരു മൊമെന്റ് പിന്നീട് വരുന്നില്ല. അല്ല മീൻസ് ഇപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ യൂഷ്വലി ഇങ്ങനെ ക്യാരക്ടറെ പ്ലേസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ അതും സിനിമ പഠിപ്പിച്ചൊരു ശീലമാണ് നമുക്ക്. അല്ല ഇപ്പം ആ രീതിക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സാധനം തന്നു എന്നുള്ള ലൈനാണെങ്കിൽ ഓക്കെ. ആ സിനിമ പഠിപ്പിച്ച ശീലമുണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ നായകൻ പട്ടാളക്കാരാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യും. ഓക്കെ ഇദ്ദേഹം ഈ പോണ ഈ ആക്ഷൻ സീക്വൻസുകൾ എവിടെയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ ഈ മുൻപ് ആ ഒരു പാസ്റ്റ് അദ്ദേഹം അറിയാവുന്ന പുള്ളിക്ക് അറിയാവുന്ന ടാക്ടിക്സോ എലമെൻറ്റുകളൊക്കെ എവിടെയെങ്കിലൊക്കെ ഉപയോഗിക്കുക എന്നുള്ളൊരു സംഭവം. ഇവിടെ ഇദ്ദേഹം പുള്ളിയുടെ ക്യാരക്ടർ എടുത്താൽ പുള്ളിയുടെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മെജോറിറ്റി ഒരു ഫാമിലി മാൻ ചെയ്യുന്ന പരിപാടി പോലെയാണ്. ഇനി അതായത് കുറെ പേർക്കെങ്കിലും ചിലപ്പോൾ അങ്ങനെ വർക്കാവും. അതായത് സംഭവം അല്ല അങ്ങനെ അവതരിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. അപ്പോൾ ഈ തുടക്കത്തിൽ ആ എലമെന്റിന്റെ ആവശ്യമില്ല. ഇദ്ദേഹം ഒരു ആർമി ആണെന്ന് അല്ലെങ്കിൽ പുള്ളി ഞാൻ പട്ടാളത്തിൽ ചേരാൻ യോഗ്യതയുള്ള ആളല്ല, കാരണം എന്നെ കൊണ്ട് പറ്റുന്നില്ല ഈ പരിപാടി എന്നുള്ള ഒരു ഇമോഷണൽ സംഭവമൊക്കെ പുള്ളിക്ക് വേണേൽ വെക്കാം. എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല രാജ്യത്തിന് വേണ്ടി. ആ സാധനമാണെങ്കിൽ പിന്നെ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, രാജ്യത്തിന് വേണ്ടിയല്ല സ്വന്തക്കാർക്ക് അതായത് നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ആ എലമെന്റില്ല. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്യാൻ തുടക്കം തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എനിക്കിത് പറ്റത്തില്ല, ഈ പട്ടാളവും എനിക്ക് ആളുകളെ രക്ഷിക്കുന്നത് അങ്ങനെയൊന്നും പറ്റത്തില്ല എന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ വരുവാണെങ്കിൽ എനിക്കൊന്ന് അങ്ങനെ വർക്ക് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഒരാൾക്കൊരു സംഭവിക്കുന്ന വരെ ഇതൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി അതായത് ആക്ച്വലി ഒരു തോക്ക് പോലും ഉപയോഗിക്കാൻ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും സാറേന്ന് ചോദിക്കുമ്പോൾ ഷാജോൻ ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയുന്നതാണ് അതൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകുന്നവരേ ഉള്ളൂ. അതെ ആ ഡയലോഗ് അങ്ങനെ ചിലപ്പോൾ വർക്ക് ചെയ്യും. പക്ഷെ അവിടെ ഞാൻ ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ വിചാരിച്ച് പുള്ളി ഈ ഡയലോഗ് പറയാതിരിക്കുന്നത് ഞാനൊരു ആർമി ഓഫീസർ ആയിരുന്നു എന്ന് പുള്ളി ഡയലോഗ് പറഞ്ഞാലും ആ സീനകത്ത് അത് തീരും. പക്ഷെ അവിടെ പുള്ളി സംസാരിക്കുന്നത് പുള്ളി ഒരു ഫാമിലി മാൻ, ഒരു കോമൺ മാൻ സംസാരിക്കുന്ന രീതിയിൽ. അതാ പറഞ്ഞു ഈ മറ്റേ സെറ്റപ്സും പേ ഓഫ്സും വേറെ ഈ പേ ഓഫിനുള്ള സെറ്റപ്പും ഇല്ല, സെറ്റപ്സിനുള്ള പേ ഓഫും ഇല്ല. അങ്ങനൊരു അതാ ഞാൻ പറഞ്ഞത് രണ്ടുപേരുടെ ഇതായിരിക്കും. പക്ഷെ വേറെ സെറ്റപ്പും പേ ഓഫും ഉണ്ട്. പാവ ഡോള് അങ്ങനെ എലമെന്റ്സ് ഉണ്ട്. ബട്ട് അതൊന്നും വർക്ക് ചെയ്യുന്ന ടൈമിങ്ങിലല്ല അത് വരുന്നത്. അങ്ങനത്തെ നല്ല എലമെന്റ്സുകൾ ഉണ്ടാകുന്നുണ്ട്. എനിക്കത് ഇഷ്ടം. നമ്മളിങ്ങനെ ത്രൂ ഔട്ട് കാണുമ്പോൾ നമ്മൾ ഈ മറ്റേ അവർ നമ്മളെ ചേസ് ചെയ്യത്തില്ല എന്നൊക്കെ പറയത്തില്ലേ. അപ്പോൾ ആ സംഭവം ഈ ആസ് എൻ എലമെന്റ് അത് വർക്കാണ് ഒരു ആക്ഷൻ പടത്തിൽ. ബട്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് വരാത്ത പോലെ ഫീൽ ചെയ്യും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒന്നെങ്കിൽ അതിൻ്റെ മനസ്സിലാവുന്നില്ല അത്. അതെ, പിന്നെ ഈ സിനിമ ആക്ച്വലി 2 മണിക്കൂറേ ഉള്ളൂ. ഒരുപാട് വലിച്ചു നീട്ടാനോ ഒന്നും ഈ സിനിമ ശ്രമിക്കുന്നില്ല. പടം തുടങ്ങി ഇൻട്രോൽ ആകുമ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു 1 hour ആവും. ഞാൻ ചോദിച്ചത് 1 hour ആവുന്നതിന് മുമ്പ് ഇൻട്രോ തോന്നുന്നു. സെക്കൻഡ് ഹാഫില്ല പിന്നെയും കുറച്ചുകൂടെ പേസിംഗ് ഇഷ്യൂസ് നമുക്ക് ഫീൽ ചെയ്യുന്നു. ഇത് അതായത് നമുക്ക് ഇൻട്രോയിൽ കഴിയുമ്പോൾ നമുക്ക് സെക്കൻഡ് ഹാഫ് തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലായി ഇനി പടത്തിന് ഒരു ഒറ്റ ലക്ഷ്യമുള്ളൂ. ആ ലക്ഷ്യത്തിൽ അത് വളരെ സ്പീഡിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ സ്പീഡ് ബ്രേക്കർ പോലെ ചെറിയ ചെറിയ പരിപാടികളും ഈ എന്താ പറയുക ബാബുരാജിന്റെ പുള്ളി കുറച്ച് എൻജോയ് ചെയ്താണ് ആക്ട് ചെയ്തേക്കുന്നത്. ബട്ട് ആ പുള്ളിയുടെ കോമഡിയൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ചിരിക്കും നിങ്ങൾ. പക്ഷേ ഈ പടത്തിലെ പ്ലേസ്മെന്റ് ആണ്. അതെ, നമുക്ക് പ്രശ്നം വെച്ചാൽ അത് ഈ സിനിമയിൽ നമ്മൾ കാണുമ്പോൾ അപ്പോൾ ചോദിക്കും ഇത് കോമഡി കണ്ടെന്ന് ചിരിച്ചില്ലേ പിന്നെന്താ വേണം, നീ എൻജോയ് ചെയ്തില്ല പിന്നെന്താണെന്ന്. അങ്ങനെയല്ല, കോമഡി കണ്ട് നമ്മൾ ചിരിക്കും. കാരണം അവിടെ ചിരിക്ക് 2 അർത്ഥമുണ്ട്. ഇത് എന്തിനാണോ നമ്മളിവിടെ കാണുന്നത് എന്നൊരു ചിരിയുണ്ട്. ആ സീനിനകത്തെ തമാശകൾ കാണുമ്പോൾ നമ്മൾ ബാബുരാജേട്ടൻ പറയുന്നു എന്നും പറഞ്ഞാൽ ചിരിക്കുന്നത് ആ ക്യാരക്ടർ. പക്ഷെ എനിക്ക് അതിൻ്റെ 1 ലൈനില്ലേ, അതായത് ഐ ക്വിറ്റ് എന്ന് പറയുന്ന സാധനമില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് ഒരു ക്യാരക്ടർ ഞാനെന്തിന് ഇത്രയും കഷ്ടപ്പെടണം. പക്ഷെ അത് ചിലപ്പം ഏതോ ഒരു എലമെന്റ് റീപ്ലേസ് ചെയ്തിരുന്നെങ്കിൽ ഈ പടം കുറച്ചുകൂടെ വർക്കായി. എനിക്ക് പേഴ്സണലി മറ്റേ ആ ഒരു ഹ്യൂമൻ ട്രാഫിക്കിംഗ് എലമെന്റ് അല്ലാതെ ഇപ്പം ഓർഗൻ അത് ചുമ്മാ മെൻഷൻ ചെയ്തുകൊണ്ട് ഓർഗൻ ട്രാഫിക് മാത്രം അതായിരുന്നെങ്കിൽ പോലും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ പടത്തിന്റെ കോമഡി വർക്കായനെ. പക്ഷെ ഇതിന്റെ കോമഡി വരുമ്പോഴത്തേക്കും വല്ലാണ്ട് ഡൈല്യൂട്ട് ആയി പോകുന്നു അതിന്റെ സീരിയസ്നെസ്. അതാണ് പ്രത്യേകിച്ച് ആ കോമഡിയുടെ ഇതെല്ലാം രജനീകാന്ത് ഡോളോ അങ്ങനെ കുറെ സാധനങ്ങൾ ഇട്ട് പോയിട്ടുണ്ട്. അതാ പറഞ്ഞത്, അത് ഈ സിനിമയുടെ ടൊണാലിറ്റി ഇങ്ങനെ നമുക്ക് ഇത്രയും സീരിയസ് ആയിട്ട് പോവണ്ട, നമ്മുടെ ഓഡിയൻസ് കുറച്ചുകൂടെ ഒന്ന് റിലാക്സ്ഡ് ആയിക്കോട്ടെ, പേസിങ്ങിനെയൊക്കെ ഭയങ്കര റിലാക്സ്ഡ് ആയിക്കോട്ടെ എന്നുള്ള ലൈനിൽ ഇടുന്നതാണ് ഈ സാധനം. പക്ഷെ അത് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കാൻ നമുക്ക് കിട്ടേണ്ട പേസിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായി ഇങ്ങനെ സഞ്ചരിക്കുക. അത് സിക്സാഗ് മോഷനിൽ സഞ്ചരിക്കുന്ന പോലെ ഫീൽ ചെയ്യും. പിന്നെ എനിക്ക് പേഴ്സണലി ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറിലെ കുറേ എലമെൻറ്റുകൾ ഇഷ്ടപ്പെട്ടിരുന്നു. അതായത് ഇവനെ കാണിക്കുമ്പോൾ ഒരു ചെണ്ട ഉൾപ്പെടെ ഉള്ളൊരു അതായത് ലെനാർക്കോയിൽ ഒരു ഫൈറ്റ് നടക്കുന്നു,
അതിൽ ചെണ്ടമേളത്തിന്റെ BGM എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതിന്റെ ആ BGM അത് നല്ല രസമുണ്ടായിരുന്നു. അതായത് കുറച്ച് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാക്ട് ഒക്കെ രസമുണ്ടായിരുന്നു. അതിന്റെ ഷൂട്ടിങ്ങും പരിപാടികളൊക്കെ രസമുണ്ടായിരുന്നു. അത് എവിടെയായിരുന്നു മറ്റേ രക്ഷിക്കാൻ പോകുന്ന ഡാർക്ക് ഹൗസ് ഒരു ഹൗസ് മറ്റേ അതെന്താന്ന് ചോദിച്ചിട്ടാണല്ലോ പുള്ളി അവിടെ ചെല്ലുന്നത്. അപ്പൊ അവിടെയുള്ള ഫൈറ്റ് സീക്വൻസ് ഒക്കെ രസമുണ്ടായിരുന്നു. ബട്ട് സിംഗിൾ ടേക്കിൽ ആ ഒരു ഫൈറ്റ് മറ്റേ കത്തിപ്പോകുന്ന അതൊക്കെ ഇതെങ്ങനെയാ ചെയ്തു എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ഒക്കെ വരും. ബട്ട് പേസിങ്ങിന്റെ ഇഷ്യൂ ഉണ്ട് അവിടെ. ഈ പറയുന്ന പോലെ നമുക്ക് പെട്ടെന്ന് അവിടെ നിന്ന് പുറത്തു പോകണം എന്നുള്ള ഇത് വരത്തില്ല. കുറച്ച് പതിഞ്ഞ താളത്തിലാണ് അതെല്ലാം. പിന്നെ ഇവരെല്ലാവരും കുറച്ചിങ്ങനെ ഒരു മടിയോടെ മാറി നിൽക്കുന്നല്ലേ ആരെ ഈ വരുന്ന ഗുണ്ടകളും അവരിങ്ങനെ വന്നിട്ട് ഇവനെ കണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും. ഒരു ഡിലേ കഴിഞ്ഞിട്ടാണ് അവര് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചത് എന്താണ് അവർ ഇവരുടെ കൊള്ള സംഗീതത്തിൽ ഒരാൾ കയറുമ്പോൾ അവനോട്ട് അത് ആക്ടിങ്ങിന്റെ ഇഷ്യൂ ആയിരിക്കും. ത്രൂ ഔട്ട് ടീം ഇതിനകത്തെ വെസ്റ്റേണേഴ്സ് യൂറോപ്യൻസ് എല്ലാം ആക്ടേഴ്സ് ആയിട്ടുള്ളവരല്ല. അവർ പറയുന്നുണ്ട് ഇവർക്ക് പലർക്കും ഈ പറഞ്ഞ പോലെ കറക്റ്റ് ഡയലോഗ് ഇതൊന്നും ഇംഗ്ലീഷ് ഒന്നും അത്ര പ്രോബ്ലം അറിയാത്ത ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ച് എല്ലാവർക്കും മറ്റേ ഒരു റഷ്യൻ ആക്സെന്റ് ഇല്ലേ, ആ സാധനം എല്ലാരും കുറച്ച് കട്ടി റഷ്യൻ ആക്സെന്റിലൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പം അത് ഏത് പടത്തില്ല ഇതിനു വേണ്ടത് ലൂസിഫറിനകത്തെന്ന് തോന്നുന്നു ഒരു വില്ലൻ ഉണ്ടല്ലോ. ഫസ്റ്റ് ലൂസിഫറിനകത്ത് ഒരു മെയിൻ വില്ലൻ ഉണ്ട്. പുള്ളി ഈ പറയുന്ന കട്ടി ഫിയഡോർ പുള്ളി അത്രയും കട്ടി. ഇത് നമ്മുടെ ലൈവ് റെക്കോർഡിങ്ങിലാണെങ്കിൽ വലിയ ഇഷ്യൂ ഉണ്ട്. അതിൽ ഡബിങ്ങിലാവുമ്പം ഇതിങ്ങനെ മുഴച്ചിങ്ങനെ നിൽക്കുമല്ലോ, കുറച്ച് പവർ കൊടുക്കാം. ആ സാധനം വരുമ്പോഴത്തേക്കും കുറച്ച് എടാ ഇത്ര കട്ടിക്ക് നീ ആ ഒരു ഇഷ്യൂ ഇതിനകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. ഈ ഡബിങ്ങിന്റെ കാര്യം പറയുമ്പം ഒരു സംഭവം ഉണ്ട്. അത് ഈ ന്യൂസ് ചാനൽ അത് അവിടുത്തെ ഒരു ന്യൂസ് ചാനലിൽ ഇംഗ്ലീഷിലാണ് അവരുടെ ന്യൂസ് ചാനൽ നടക്കുന്നത്. പക്ഷേ മലയാളം ഡബ്ബാണ് നമ്മൾ കേൾക്കുന്നത്. നമ്മൾ തമിഴ് സിനിമയിൽ കണ്ടുണ്ട് പരിപാടി. അതായത് അവർ ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് തോന്നുന്നില്ല അത് ഇംഗ്ലീഷ് അല്ലായിരിക്കും, അവർ അവരുടെ ഭാഷയായിരിക്കും സംസാരിക്കുക. മേ ബി അതറിയില്ല. സബ്ടൈറ്റിൽ വേറെ കുറെ കാര്യങ്ങൾ സബ്ടൈറ്റിലൊക്കെ എഴുതി വന്നിട്ടുണ്ട്. പക്ഷേ ഇവരുടെ പല ഡയലോഗിൽ സബ്ടൈറ്റിൽ ഇല്ലായിരുന്നു. അതും സബ്ടൈറ്റിൽ ചെയ്താൽ അത് മലയാളത്തിൽ ഡബ് ചെയ്യുമ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇംഗ്ലീഷുകാർ ന്യൂസ് ചാനൽ വായിച്ചുകൊണ്ടിരിക്കുന്ന മലയാളം ഡബ്. അത് നമ്മൾ പണ്ട് തമിഴ് പടങ്ങളൊക്കെ അവർ ഒരുപാട് ചെയ്യുന്ന പരിപാടിയാണ്. കാര്യം അല്ല ഇപ്പം ചെയ്യുമ്പോഴും ബേസ് ലെവലിൽ ഇംഗ്ലീഷ് അതിന്റെ പുറത്താണ് കിടക്കുന്നത്. അത് അങ്ങനെ ഇത് ഡയറക്റ്റ്ലി ഒരു മലയാളി ഡബ് ചെയ്യുന്ന പോലെ അങ്ങനെ നമുക്കത് കണ്ടപ്പോൾ ഇതെന്താ നമ്മൾ പെട്ടെന്ന് കട്ടായി പോകും. നമ്മൾ ആ സീനിങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് കേൾക്കുമ്പോഴേക്കും ഇതെന്താ ഇങ്ങനെ എന്നുള്ളൊരു ഡൗട്ടിൽ നമ്മൾ പോകും. പിന്നെ നമുക്ക് ഇതെന്താ ഇത് ഇങ്ങനെ ചെയ്തെന്നുള്ളത് തോന്നൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തുനിന്ന് പുറത്ത് വന്ന് പിന്നെ വീണ്ടും സിനിമയിലോട്ട് കയറാനൊക്കെ അതാണ് ഈ പ്രശ്നം. സിനിമയിൽ നിന്ന് നമ്മുടെ ഇമോഷണൽ ഡിസ്കണക്ട് പടത്തിന് നമ്മൾ. ബട്ട് സബ്ജക്റ്റ് നമ്മൾ വണ്ണിലേക്ക് കേൾക്കുമ്പോഴത്തേക്കും വളരെയധികം ഇമോഷണൽ ആവേണ്ട ഒരു സബ്ജക്റ്റ് ആണ്. ബട്ട് ഇത് നമ്മുടെ പ്രസന്റേഷൻ അങ്ങനെയല്ല. ഈ BGM ഒക്കെ ഇട്ട് ഒരു ആ വില്ലന്റെ ആക്ടിങ് എനിക്ക് കുറച്ച് ഇഷ്ടം. സുഹൃത്തേ ആ പയ്യൻ ആക്ച്വലി നമ്മുടെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ അഭിനയിച്ചിട്ടുണ്ട്. ശരി ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ വന്ന മറ്റേ വില്ലന്മാർ വന്ന ഒരാളാണ്. അവന്റെ റോള് രസമുണ്ടായിരുന്നു. പക്ഷെ നേരത്തെ അതെ അവനെ കുറച്ചുകൂടെ സസ്റ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ അവൻ ആ എലിമെന്റ് കൊള്ളായിരുന്നു. അവൻ തിരിച്ച് വരത്തില്ല. അതായത് ആ ഫൈനലൊക്കെ കാരണം വേറെ ഒരു വില്ലന്മാരോട് നമുക്കൊരു കണക്ട് ഇല്ല. എസ്പെഷ്യലി ഇപ്പൊ നമ്മുടെ ആശാൻ എന്ന് വിളിക്കുന്ന അയ്യവാൻ പുള്ളിയൊക്കെ വരുന്നത് നമുക്ക് ഭയങ്കര ഇപ്പൊ പുള്ളിയുടെ ഫാൻസുകാർക്ക് പുള്ളി സ്ക്രീനിൽ കാണുമ്പോൾ ആന്ധ്ര എന്നുള്ള ഒരു വില്ലൻ ക്യാരക്ടർ. പക്ഷെ അത് ഭയങ്കര ശോകം ഒരു പുള്ളിയുടെ ക്യാരക്ടർ തുടക്കം തൊട്ട് പുള്ളി ഇതൊന്നും ചെയ്യാതെ ലാസ്റ്റ് വന്നിട്ട് ഇതാണ് ആന്ധ്ര എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എനിക്കൊന്ന് കുറച്ചുകൂടി ഇമ്പാക്ട് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പുള്ളി ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ആണല്ലോ ഫാൻസിന്. അതെ പക്ഷെ ആദ്യം പോലെ പുള്ളി നമ്മൾ കാണിക്കുമ്പോൾ ഒരു യൂഷ്വൽ വില്ലന്റെ പരിപാടികളൊക്കെയാണ്. പക്ഷെ പുള്ളി അത് ജസ്റ്റ് ടു മേക്ക് ഷുവർ അത് തന്നെ മേക്ക് ഷുവർ വെടിവെച്ചയാളെ കത്തിയോണ്ട് അതെ തലയ്ക്ക് വെടിവെച്ചിട്ട് നെഞ്ചത്ത് കത്തിയോണ്ട് കുത്തും. അതായത് അവൻ ഇനി ഇങ്ങനെ എഴുന്നേറ്റ് വന്നാലോ എന്നുള്ളത്. അപ്പോൾ ആക്ച്വലി വിഷ്ണുജി വാര്യർ എന്ന് പറഞ്ഞൊരു പുള്ളി നമ്മുടെ ഇതിലൊക്കെ അഭിനയിച്ച ഓഫീസർ ആൻഡ് ഡ്യൂട്ടിയിലൊക്കെ അഭിനയിച്ചിരിക്കുന്ന വില്ലന്മാരെ കൊടുത്തിട്ടുണ്ടായിരുന്ന പുള്ളി ആക്ച്വലി ഈ പടത്തിലൊരു റോൾ ചെയ്തിട്ടുണ്ട്. അത് രസമായിരുന്നു ആ റോള്. ആ പുള്ളിയായിട്ട് ഒരു ആക്ഷൻ സീക്വൻസ് ഉണ്ട്. അതും പുള്ളി ആക്ഷനൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം അത് കൊള്ളാം. അതിന്റെ ഞാൻ വിചാരിച്ച് ആക്ഷൻ അറിയാവുന്ന ഒരാളെ. പക്ഷെ ആ റോളാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന വില്ലൻ. ബട്ട് ആ വില്ലൻ കുറച്ച് നേരത്തെ ഇന്റർവെൽ തന്നെ തീരുവാണ്. അപ്പോൾ ആ പുള്ളിയായിട്ടുള്ള ആക്ഷൻ സീക്വൻസിന്റെ ഒരു വലിയ നമുക്കൊരു പേഴ്സണലി പറയുമ്പോൾ നമുക്ക് ഒരു തമാശയായിട്ട് ഫീൽ ചെയ്യുന്ന സംഭവം നമ്മുടെ ഹീറോയെ നമ്മളിപ്പോൾ പട്ടാളക്കാരനാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവൻ ആക്ച്വലി പുള്ളിയെ നല്ല രീതിയിൽ ഡോമിനേറ്റ് ചെയ്ത് നായകനെ അടിച്ചിട്ട് നിലംപരിശാക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ഇവൻ ആക്ച്വലി ഒരു ആസ്മ പേഷ്യൻ്റ് ആണ്. അപ്പോൾ അവൻ ആ ഇൻഹേലർ ഉപയോഗിക്കാൻ ശ്രമിക്കുമ്പോൾ നായകനെ തട്ടി മാറ്റിയിട്ട് ഇവനെ ഇടിക്കും. അപ്പോൾ അവിടെ ആക്ച്വലി BGM ഒക്കെ ഇട്ട് കുറച്ച് മാസമാണ്. അതൊക്കെ ആക്ച്വലി വില്ലന്മാർ ചെയ്യുന്ന പരിപാടിയാണ്. അതെ അത്
നമുക്കത് കാണുമ്പം നായകൻ ആക്ച്വലി ഇങ്ങനൊരു ഒരാളുടെ ഒരു കുറവ് അത് ഉപയോഗിച്ചുകൊണ്ട് അതിപ്പോൾ നമ്മൾ പറയുമ്പം അവൻ്റെ വീക്ക്നെസ് ഉപയോഗിച്ച് അവനെ നിലംബരശാക്കി, പക്ഷേ അതൊരു കോമൺ മാൻ. ഇതിപ്പം ഈ കഥാപാത്രം ഒരു കോമൺ മാൻ ആണെങ്കിൽ നമുക്കത് ഓക്കെ ആയിരിക്കും ഒരു പക്ഷേ. അത് ജസ്റ്റിഫൈ ചെയ്യുന്നതിന് മുമ്പ് അവൻ ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണല്ലോ മറ്റേ എന്തോ കരച്ചിൽ കേൾക്കുമ്പം അതുകൊണ്ട് അത് തന്നെ അത് ജസ്റ്റിഫൈ ചെയ്യാൻ അതായിരിക്കും യൂസ് ചെയ്തിരിക്കുന്നത് ആ ഡയലോഗ്. അതായത് വില്ലൻ എന്താണ് ഇവന് വേണ്ടപ്പെട്ട ഒരാളോട് ചെയ്തിരിക്കുന്നതെന്ന് ഈ ക്യാരക്ടർ ഇവനോട് പറയുമ്പം ഇവൻ ഇമോഷണലി ചാർജ് ആയിട്ട് ഇടിക്കുകയാണ്. ബട്ട് ഓക്കെ, പക്ഷെ അവിടെ നമുക്ക് ഈ ആ പോയിന്റ് എത്തുമ്പോഴത്തേക്ക് നമ്മൾ പെട്ടെന്ന് ഇത് നായകൻ, നമ്മൾ കാണുന്ന സോക്കോൾഡ് നായകന്മാരുടെ ഒരു ആ ഒരു രീതിയല്ല. അതെ അതെ. അപ്പൊ അവിടെ ബീജം ഒക്കെ അങ്ങനെ എനിക്ക് കുറച്ചധികം അവിടെ ബീജം ഉപയോഗിക്കുമ്പോൾ ഓക്കെ, നമ്മുടെ നായകൻ എന്തോ പവറായിട്ട് ഇവനെ ചെയ്തു എന്നുള്ളൊരു ഫീൽ കൊടുക്കുന്ന പോലെ ബീജം. പക്ഷെ അതോടെ ഇമോഷണൽ ബീജം ഉപയോഗിക്കണ്ട, കാരണം ആ സീൻ അത് ചേരുന്ന പോലെ തോന്നുന്നില്ല. അവിടെ പറയുന്നത് ഈ പിന്നെ റിയലിസവും ഈ സിനിമാറ്റിക് തമ്മിൽ ഒരു ഇച്ചിരി ക്ലാഷ് ആകുന്ന അങ്ങനത്തെ കുറച്ചധികം സീനുകളുണ്ട്. അവിടെ പുള്ളി സ്നേഹിച്ച ഒരാൾക്ക് എന്ത് പറ്റി എന്ന് അറിഞ്ഞിട്ടാണ് ഫൈറ്റ് സംഭവിക്കുന്നത്. അപ്പൊ അത് ഹീറോയിസം ഫൈറ്റ് ആയിട്ട് തോന്നിയില്ല, അത് കുറെ കൂടെ ഒരു വേറൊരു ലൈൻ സംഭവത്തിൽ നിൽക്കേണ്ടതായിരുന്നു. അപ്പൊ അവിടെയൊക്കെ അങ്ങനെയൊക്കെ ഇമോഷണൽ കണക്ട് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്. പക്ഷെ നമുക്കത് കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ പുള്ളി എന്ത് ചെയ്തു മറ്റേ അവനെ എങ്ങനെയും അവനെ നിലംബരശാക്കും, അവനെ കൊല്ലുക എന്നുള്ളൊരു ഒരു ഡിസിഷനിലേക്ക് പുള്ളി എത്താം. ഇവിടെ എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു ഹീറോയിക് മൊമെന്റ് പോലാണ് അതിനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടും പുള്ളിക്ക് ഒരു ഇമോഷണൽ കണക്ട് ഉണ്ടാവുന്നില്ല. പുള്ളി ഫോൺ എടുത്തിട്ടങ്ങ് പോവാണ്, ഒരു നോർമൽ ഫൈറ്റ് സീൻ പോലെ. അതെ, നോർമൽ ഫൈറ്റ് സീൻ കഴിഞ്ഞിട്ട് അങ്ങനെ ആയിട്ടത് പോവാണ്. അത് ഈ സിനിമയുടെ ഏത് ഒരു പോയിന്റിലും നമുക്ക് ഈ പടമായിട്ട് കണക്ട് ആകാൻ പറ്റത്തില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പം എനിക്ക് പേഴ്സണലി തിര കണ്ടുകൊണ്ടിരുന്നപ്പോൾ തിരയിൽ കുറെ കൂടെ എനിക്ക് കണക്ട് ആവുന്ന സാധനമാണ് തിര. എനിക്ക് അത്ര വർക്കായ ഞാൻ പിന്നീട് കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇപ്പം കാണുമ്പോഴത്തേക്കും കുറെ കൂടെ ചിലപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ ഒരു വിഷയം. എനിക്ക് ഇങ്ങനത്തെ സബ്ജക്റ്റ് പൊതുവെ എനിക്ക് കുറച്ച് കണ്ടുകൊണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതെടുത്തിട്ട് കുറച്ച് സമയം അതിൽ നിൽക്കുകയുള്ളൂ, കുറച്ചിങ്ങനെ സസ്റ്റെയിൻ ചെയ്യുക. കുറേ ഇതിനകത്ത് തോന്നിയെന്ന് പറഞ്ഞാൽ ചില സായിപ്പ്മാരുടെ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ, അത് വേണമെന്ന് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു സാധനമാണ്. എനിക്കത് അങ്ങനത്തെ കണ്ടുകൊണ്ടിരിക്കാനും കേട്ടോണ്ടിരിക്കാൻ അത്ര താല്പര്യമുള്ളൊരു ഓഡിയൻസ് അല്ല. മറ്റേ വൈഫിനെ തട്ടിക്കൊണ്ടുപോയിന്ന് ആ സീൻ്റെ ടോൺ ഭയങ്കര എനിക്ക് അതിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഹ്യൂമർ ആണോ ഉദ്ദേശിക്കുന്നത്? ഇത് എന്താണ് പരിപാടി? ഹ്യൂമർ ആയിരിക്കും അവർ ഉദ്ദേശിച്ചത്. കാരണം ബാബുരാജിനെ വെച്ചോണ്ട് കൗണ്ടർ ചെയ്യാൻ നിർത്തുന്നുണ്ട്. കൗണ്ടർ ചെയ്യുന്നുണ്ട്. ബട്ട് നിന്റെ വൈഫിനെ ഞാൻ തട്ടിക്കൊണ്ടുപോയി, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുന്നു. അപ്പോൾ ബാബുരാജ് കേട്ടിട്ട് അപ്പോൾ ആ സീനൊക്കെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബ്. പടം ഉദ്ദേശിച്ചത് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ ഓക്കെ, വർക്കായിട്ടുണ്ട്. ബട്ട് എനിക്ക് അങ്ങനത്തെ സീനുകൾ ഒട്ടും വർക്കാവില്ല. അത് അങ്ങനത്തെ റൈറ്റിംഗ് ഒന്നും, അല്ലെങ്കിൽ ആ വില്ലനായിട്ട് തന്നെ പ്രശ്നം. ഇത് ചെയ്യുന്നത് തെറ്റായ മനുഷ്യനാണ്, പക്ഷെ പുള്ളിയെ നമ്മൾ റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ പുള്ളിയെ തമാശക്കാരനായ മണ്ടനായിട്ടൊക്കെ നമ്മൾ ഈ വില്ലന്റെ കൂടെയുള്ള രണ്ട് മണ്ടന്മാരായിട്ടുള്ള അങ്ങനെ പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ, അത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഒരു പോയിന്റില്ലേ, ഇതൊക്കെ വില്ലന്മാരാണെങ്കിലും ഇവരൊക്കെ നൈർമല്യമുള്ള മനുഷ്യരായിട്ട് പ്രസന്റ് ചെയ്യുമ്പോൾ അതാണ് വിനീത് ശ്രീനിവാസൻ ടച്ച്. അതാണ് എൻ്റെ, അതായത് ഗുണ്ടകളല്ല, നമ്മൾ ഗുണ്ടകളല്ല, ഞങ്ങളെല്ലാവരും മനുഷ്യരാണ്. അതെ, ഞങ്ങൾ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടിയാണ് ഈ മനുഷ്യക്കടത്തും ഇതൊക്കെ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അങ്ങനത്തെ വില്ലന്മാരാണ് എല്ലാവരും. അതെ. ആ ഒരു ഇഷ്യൂ എനിക്ക് ഇത് ആക്ച്വലി വിനീത് ശ്രീനിവാസൻ സിനിമ ആവരുതായിരുന്നു എന്ന് തോന്നി. അതെ, ഇത് ആക്ച്വലി നോബൽ ഡയറക്റ്റ് ചെയ്യാനൊരു സിനിമയായിരുന്നു എന്നാണ്. മേ ബി അങ്ങനെ ആണെങ്കിൽ ഒരു പക്ഷേ എന്തായിരിക്കും പുള്ളിയുടെ വേർഷൻ എന്ന് അറിയാനൊരു ആഗ്രഹമാണ്. പുള്ളി ഒരു ആക്ഷൻ പടമാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ആയിരുന്നു ഒരു ആക്ഷൻ പടം, ഒരു പ്രോപ്പർ ആക്ഷൻ പടമായിട്ട് ചെയ്തത് തന്നെ നമുക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആകാൻ ചാൻസ് ഉണ്ട്. അറ്റ്ലീസ്റ്റ് ആക്ഷൻ സീക്വൻസിലൂടെ ഈ പടം നമുക്ക് ചിലപ്പോൾ എൻ്റർടൈനിങ് ആയിരിക്കും. പ്യുവർ ജോണർ ഫിലിം ആയിരുന്നെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ലൊക്കേഷൻ വൈസ് ആണെങ്കിലും ഇതിൻ്റെ സബ്ജക്റ്റ് വൈസ് ആണെങ്കിലും വേറെ ഒരു എലമെൻറ്റിലേക്കും പോകാതെ അങ്ങനെയാണെങ്കിൽ ഒരു ചില മലയാളത്തിൽ വന്നുകൊണ്ട് തന്നെ ജനറിക്കിന് മേലെ നിൽക്കുന്ന ഒരു ആക്ഷൻ പടം അങ്ങനത്തെ ഇല്ല. നമുക്ക് ആക്ച്വലി ഇപ്പോൾ ഈ ഒരു സബ്ജക്റ്റ് വെച്ച് നമുക്ക് ഫുൾ ഓൺ ആക്ഷൻ പടം ചെയ്യണം. ആ ജോണറിൽ നമുക്കിവിടെ പടങ്ങളില്ല, അതാണ് എൻ്റെ പ്രത്യേകത. നമുക്ക് അങ്ങനത്തെ പടം നമ്മളിവിടെ ചെയ്തിട്ടില്ല. നമ്മളെപ്പോഴും ഈ സിനിമയിൽ ആക്ഷൻ ഉണ്ട് എന്നേ ഉള്ളൂ. ഒരു പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് ആക്ഷൻ പടത്തിലേക്കല്ല പോകണം. എപ്പോഴും നമ്മൾ നമ്മുടെ ലൈനിൽ കഥകളെല്ലാം പറഞ്ഞിട്ട് അതിനകത്തേക്ക് ഈ ആക്ഷനെ പ്ലേസ് ചെയ്യണം. ഇതിനകത്ത് ആക്ച്വലി വർക്കായത് ഈ ഹാൻഡ് ടു ഹാൻഡ് കോമ്പാറ്റ് സീനുകൾ ആണ്. പിന്നെ എനിക്ക് പേഴ്സണലി BGM കുറച്ച് രസമായിരുന്നു. എനിക്ക് BGMs ഒക്കെ രസമായിരുന്നു, ബട്ട് എല്ലായിടത്തും അത് വർക്കായിട്ടില്ല. ഇഷ്യൂസ് ഉണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ നല്ല രസം. ഒരു പീസ് ഓഫ് വോയിസ് നമ്മളത് ട്രെയിലറിലും പറഞ്ഞു, പുള്ളി വളരെ അണ്ടർ റേറ്റഡ് ആണ്. ഒരു പീസ് ഓഫ് മ്യൂസിക് ഉണ്ടാക്കുന്നതിൽ വളരെ
മുന്നിൽ നിൽക്കുന്ന ആളുകൾ തന്നെ. പ്രത്യേകിച്ച് ഇത് ഷാൻ റഹ്മാൻ മ്യൂസിക്കൽ എന്ന് പറയത്തക്ക ലൈൻ അല്ലാത്ത കുറേ വെറൈറ്റി കുറേ സംഭവങ്ങൾ നമുക്ക് യൂഷ്വലി കേൾക്കുന്ന ഷാൻ റഹ്മാൻ പരിപാടി. കാരണം ഷാൻ റഹ്മാൻ ഇപ്പോൾ കുറച്ചായിട്ട് അധികം പടങ്ങളില്ലല്ലോ. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തിരയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ എന്ത് ഇമ്പാക്റ്റ് ആയിരുന്നു പറയുമ്പോൾ രോമാഞ്ച്. അതെ, കാരണം അതിന്റെ ട്രെയിലർ തൊട്ട് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരുന്നു. അതേപോലെ ഒരു സംഭവം ഇതിനകത്ത്. അതെ, അതൊരു ഭയങ്കര സിമിലർ ഒരു ടൊണാലിറ്റി. അതെന്താ പറയുന്നത്, നമ്മൾ ഈ പറയുന്നത് തെറ്റാണ്, ബട്ട് അതേ സ്വരം പോലെയൊക്കെ ഫീൽ ചെയ്യും. ആ പാട്ടിന്റെ വേറൊരു പോർഷൻ പോലെയൊക്കെ ഫീൽ ചെയ്യും. ഇതിനകത്ത് നമ്മളിപ്പം വിനീത് ശ്രീനിവാസനെയും ഡയറക്ടറെയും സ്ക്രിപ്റ്റ് റൈറ്ററെയും കുറിച്ചാണ് മെയിനായിട്ട് പറഞ്ഞത്. എനിക്ക് ആക്ച്വലി മറ്റേ ഫസ്റ്റ് നായികയില്ലേ സനയുടെ പോർഷൻസ് ഇല്ലേ, അത് ആക്ച്വലി പടത്തിൻ്റെ ബെറ്റർ പോർഷൻസിലൊന്നാണ്. അതായത് സനയുടെ മീറ്റിംഗ് സീനാണെങ്കിലും സനയ്ക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്ന സീനൊക്കെ ഉണ്ട്, മറ്റേ റോക്ക് ക്ലൈംബിംഗ് സീൻ. അതൊക്കെ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനെ എഴുതാത്ത സിറ്റുവേഷൻസ് ആണ്. ഇങ്ങനെയുള്ള പടങ്ങളിൽ നമ്മൾ ഒരു കാപ്പി കടയിൽ പോയി കാപ്പി കുടിക്കുമ്പോഴത്തേക്കും റോക്ക് ക്ലൈംബിങ്, ഹോഴ്സ് റൈഡിങ്, ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ. അവിടെ ജീവിക്കുന്ന ഒരാൾക്ക് അതാണ് ലെഷർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ട്രെക്കിങ്. അപ്പം അങ്ങനെ കുറച്ച് പുതുമയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ പടത്തിന് പറ്റിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ പുള്ളിയുടെ കഴിഞ്ഞ പടമില്ലേ വർഷങ്ങൾക്ക് ശേഷത്തിലെ നായകന്റെ കുഴപ്പം ഈ നായകനുണ്ട്. നായികയ്ക്കൊരു പ്രധാനപ്പെട്ട പ്രശ്നം സംഭവിക്കുമ്പോൾ നായകൻ ഒളിച്ചോടുക. അതിനകത്ത് നമ്മുടെ പ്രണവിന്റെ ക്യാരക്ടർ നായിക എൻ്റെ ജീവിതത്തിൽ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, എന്നെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ചോദിക്കുമ്പോഴേക്കും നായകൻ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് ഒളിച്ചോടുന്ന പോലെ തന്നെ നായിക. അപ്പോൾ ഈ നായകൻ ഓൾറെഡി അങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നത് തുടക്കത്തിൽ രണ്ടുപേരും മീറ്റ് ചെയ്യുന്ന സീനിൽ തന്നെ പറയുന്നുണ്ട്. അതെ അതെ, അത് വിനീത് ശ്രീനിവാസന്റെ കോൺട്രിബ്യൂഷനാ തോന്നുന്നു. നായകന്മാർ ഒളിച്ചോടുന്ന നായകന്മാർ ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു. അതെ അതെ. അപ്പൊ ആ ഒരു സിമിലാരിറ്റി ഇതിനകത്ത് എനിക്ക് ഫീൽ ചെയ്തു. ബട്ട് അങ്ങനെ കുറച്ചധികം സിറ്റുവേഷൻസ് ഇപ്പം തിരയിൽ നമ്മൾ കണ്ടതുപോലൊരു സിമിലർ സിറ്റുവേഷനാണ് ഈ സനയെ പിന്നീട് കാണുന്നതും. ഇതുപോലെ നമ്മൾ അങ്ങനെ മലയാള സിനിമകളിൽ കണ്ടിട്ടില്ലാത്തുള്ളൊരു, അതായത് ആ നായികയെ പിന്നെ തിരിച്ച് കാണും. നമുക്കറിയാം, നമ്മൾ കഥ ഇങ്ങനെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്തായാലും ആ നായികയെ കാണും. കാരണം ബട്ട് അത് കാണുന്നത് ഞാനും വിചാരിച്ചു, ഞാൻ ആ പോയിന്റ് കഴിഞ്ഞ് ഒരു പുതിയ ട്രാക്കിലേക്ക് കയറി കഴിഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഈ ട്രാക്ക് എന്തിനായിരിക്കും ഒരു പ്ലേസ് ചെയ്തത്. അതെ അതെ, കാരണം നമ്മൾ ട്രെയിലർ കണ്ടു നമ്മുടെ വേറൊരു ട്രാക്കിലേക്ക് പോവാം. അപ്പോൾ തിരിച്ചു വരുന്നത് ഇങ്ങനെയാണെന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ അതൊക്കെ നമുക്കിങ്ങനെ കാണുമ്പോൾ അതൊക്കെ ശരിക്കും ഇമോഷണലി ഭയങ്കരമായിട്ട് വർക്കാവണ്ട. ബട്ട് പടത്തിന്റെ ഒരു പടം തുടങ്ങിയ ഒരു 10-20 മിനിറ്റിലേക്ക് ഇതിന്റെ ഡ്രാമ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ അടുപ്പിച്ച് സീനുകൾ വരും. ഇതൊക്കെയാണ് ഈ പടത്തിന്റെ ഡ്രാമ ബീറ്റ്സ് എന്ന് പറയുന്നത്. ബട്ട് ആ ബീറ്റ്സിലൊക്കെ ഇവർക്ക് എഡിറ്റിങ്ങിലാണോ എന്നറിയില്ല, മറ്റേ ഈ ഒരു ബ്രീത്തിങ് സ്പേസ് ഇല്ലേ, ഈ ഡ്രാമ പോയിന്റ് സിങ്ക് ആവണം, ഓഡിയൻസിലേക്ക് സിങ്ക് ആവാനുള്ളൊരു ബീറ്റ് അവർ കൊടുക്കാത്ത പോലെ ടപ്പ് 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 എന്ന് പറഞ്ഞാൽ ഡ്രാമയെല്ലാം പറഞ്ഞു തീർക്കുന്നൊരു ഫീലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു പിന്നീടുള്ള പടങ്ങൾക്ക് അതൊന്നും എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാത്ത, ഈ ഇമോഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റാൻ ഞാൻ തോന്നുന്നു. മറ്റേ ഇനിഷ്യലിയും പിന്നെ ഇടയ്ക്കും ഒരു സംഭവം ഉണ്ടല്ലോ, അതെനിക്ക് ആക്ച്വലി ഓൺ പേപ്പർ നല്ല പോയിന്റാണ്. അതായത് ഇപ്പോഴത്തെ വൈഫ് പറയുമല്ലോ, അതായത് ഞാൻ കുറച്ച് സെൽഫിഷാണ്, അതുകൊണ്ട് പറയുവാണ് ഒരു കാരണവശാലും ഇതിൻ്റെ പുറകെ പോകരുതെന്ന് പറയും. അതൊരു സീനാക്കി സെറ്റ് ചെയ്തിട്ട് പിന്നീട് വേണം. അതെ അതെ, പിന്നീട് ഓക്കെ നിന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയാം, ഇതാ മൊമെന്റ് അടുത്ത ഡയലോഗ്. അതായത് ഒരു ഡയലോഗിന്റെ അടുത്ത ഡയലോഗായിട്ട് പറയാം. അപ്പൊ നമുക്ക് ആ ഇമോഷൻ സെറ്റ് ഒന്ന് ഇരിക്കാനുള്ള ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ബ്രീത്തിങ് സ്പേസ് കൊടുത്തിട്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇത് വളരെ ക്വിക്കായിട്ട് അത് ഉടനെ തന്നെ അങ്ങോട്ട് തിരിച്ച് അത് പറയുമ്പോഴത്തേക്കും അതായത് ആ ഡ്രാമയ്ക്കുള്ള റൈറ്റിംഗ് ഉണ്ട്, ബട്ട് ആ റൈറ്റിങ്ങിനുള്ള സ്പേസ് ഇല്ല എന്തോ. അപ്പോൾ ഇതിൽ മനോജ് കെ ജയൻ ആക്ച്വലി നോബിളിൻ്റെ ഫാദറായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്, ഈഗോ ഉള്ളൊരു അച്ഛൻ ആയിട്ട്. അപ്പോൾ അവരുടെ സ്റ്റോറി ഇങ്ങനെ നായകൻ ആക്ച്വലി കോർട്ട് മാർഷൽ ചെയ്യപ്പെട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ അച്ഛനും മകനും തമ്മിലൊരു ഡൈനിങ് റൂമിൽ ഇരുന്നൊരു കോൺവെർസേഷൻ സീനുണ്ട്. അപ്പോൾ ആ സീനകത്തും ഈ ഫണ്ണും വരണം, എന്താ അത് നമ്മൾ കണ്ടോണ്ടിരിക്കുക. നമ്മൾ ഇനീഷ്യൽ സീക്വൻസിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് പ്രോപ്പർലി ഇത് എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവർ ജസ്റ്റ് ഇങ്ങനെ ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണോ അതോ ആ സീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്, അച്ഛനും മകനും തമ്മിൽ ശത്രുക്കളാണ് അല്ലെങ്കിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടെന്നുള്ളൊരു സംഭവം എസ്റ്റാബ്ലിഷ് ചെയ്യണോ. അത് കുറച്ച് കാലം മുമ്പുള്ള ആശയം പ്രോഗ്രസീവ്ലി പ്രസന്റ് ചെയ്താണ്. അത് അച്ഛന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അതൊരു തെറ്റാണോ എന്നുള്ള ലൈനിൽ
എന്തോ ആ ഒരു മിക്സ് ഓഫ് റൈറ്റിംഗ്. അതെ അതെ, അത് നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇതിനകത്ത് എന്തോ നല്ല സാധനം ഉണ്ട്, പക്ഷേ ഇത് നമ്മൾ പ്രസന്റ് ചെയ്യപ്പെടുന്നതിനകത്ത് എന്തോ ഒരു എവിടെ ഒരു കൺവിക്ഷൻ ഇല്ല. ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മളോട് പ്രസന്റ് ചെയ്യാമല്ലോ. ഇത് ഇങ്ങനെയും ആവാം അങ്ങനെയും ആവാം എന്ന ഒരു. അതെ അതെ, ആ സീനിൽ ഈ പറഞ്ഞ ഹ്യൂമർ ഒക്കെ അവർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മറ്റേ ആക്ച്വലി ബേസിക്കലി മയിൽ എന്ന് പറഞ്ഞിട്ട് ചേച്ചി തൈര് എടുക്കുന്നവർ പറഞ്ഞ് അത് ആക്ച്വലി നമ്മൾ കാണുമ്പോൾ നമുക്കത് ഇത് ഒരു ഹ്യൂമറാണ് ഇവർ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. പക്ഷെ അതിൻ്റെയൊക്കെ അതൊന്നും നമുക്ക് പലർക്കും കിട്ടുന്നതിന് മുമ്പേ ആ അടുത്തടുത്ത ഡയലോഗൊക്കെ വന്നിട്ട് അതിങ്ങനെ മൊത്തത്തിൽ അങ്ങനെ ഒരു ഒഴുക്കില്ലാത്ത പോലെ അല്ലേ, ഒരു നമുക്കത് മനസ്സിലാവും ഇതിൻ്റെ ഉദ്ദേശം ഇതാണെന്ന്. പക്ഷെ അത് എന്തോ എവിടെ ഒരു പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യും. അപ്പോൾ അത് ആക്ച്വലി നമുക്ക് അവിടെ നിന്ന് മനസ്സിലാവും ഈ മനോജ് കെജന്റെ ക്യാരക്ടർ ഇവരും തമ്മിലുള്ള ഈ ഒരു ഈഗോ എലമെന്റിനെ എവിടെയെങ്കിലും പടത്തിൽ സോർട്ട് ചെയ്യണമല്ലോ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും പടത്തിന് ഗുണം ചെയ്യണമല്ലോ. അപ്പോൾ അത് എവിടെയെങ്കിലും പോയിന്റ് വരുമെന്ന് നമുക്കറിയാം. അതും നല്ല സാധനമാണ്. മനോജ് കെജന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ രണ്ടും ഇരുന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ശരീരത്തിന് മാത്രമേ തളർച്ചയുള്ളൂ, മനസ്സിന് പഴയ ഈഗോ ഇപ്പോഴും ഉണ്ടെന്ന് പറയുന്നതൊക്കെ കൊള്ളായിരുന്നു. ബട്ട് അതിനുശേഷം ഇവരുടെ ഒരു പാച്ചപ്പ് ഉണ്ടല്ലോ, പാച്ചപ്പ് എന്നല്ല പറയണ്ട, ഈ അച്ഛനോട് ആദ്യമായൊരു സഹായം ചോദിക്കാൻ വിളിക്കുന്ന ആ സീനില് ആക്ച്വലി ആ സീനിൽ എനിക്ക് അതൊരു അതായത് ഇങ്ങനെ ഒറ്റ കുത്ത് പോലല്ല, ഇതിങ്ങനെ മൾട്ടിപ്പിൾ ഏരിയാസിലാണ് ആ പാച്ചപ്പും ഇതൊക്കെ വരുന്നത്. നമ്മൾ മനോജ് കെജൻ കാണാൻ ചെല്ലുമ്പോഴത്തേക്കും മറ്റേ KGF ഇവർ കണ്ടുമുട്ടുന്നു, അത് സോൾവ് ആവുന്നു, അങ്ങനെയല്ല. അത് കണ്ടുമുട്ടുന്നതിൻ്റെ റിസൾട്ട് കുറച്ച് കഴിഞ്ഞൊക്കെയാണ് നമുക്ക് വരുന്നത്. അതും അപ്പോഴും ഈ എക്സ്പ്ലനേഷൻ സീനുണ്ട്. ഞാൻ എക്സ്റ്റേണൽ മിനിസ്റ്ററാണ്, എനിക്കിങ്ങനെ പിടിയുണ്ട്, ഞാനും ഇവരും തമ്മിൽ ഒരുമിച്ച് വർക്ക്. അതെ, അതൊക്കെ ആക്ച്വലി ഇവർ വിഷ്വലി എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അതെ അതെ, അവർ കാണാൻ വരുന്നു, എക്സ്റ്റേണൽ മിനിസ്റ്ററാന്ന് പറയുന്നു. അപ്പോഴത്തേക്കും എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്കറിയാം, അത് സംഭവിച്ചാൽ മതി. നമ്മൾ ഓഡിയൻസിന് ഇത് വിഷ്വലി എല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ഒരു ശ്വേതാമേനോൻ്റെ ക്യാരക്ടർ ഉണ്ട് ഇതിൽ. ശ്വേതാമേനോൻ ആക്ച്വലി നമ്മുടെ മനോജ് കെജന്റെ എക്സ് ലവറായിട്ടാണ്. അപ്പോൾ പുള്ളിക്കാരി ആക്ച്വലി എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ്. അപ്പോൾ ആ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പുള്ളിക്കാരുടെ പേര് ഫ്രെയിമിൽ വരുമ്പോൾ നമുക്കിത് മനസ്സിലാവും. അപ്പോൾ ഇനിഷ്യലി നമുക്ക് പുള്ളിക്കാരെ കാണിക്കാൻ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിലും ആ പേര് വരുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഈ പേരിലൊരു ഇഷ്യൂ ഓൾറെഡി ഉണ്ടായില്ല. മറ്റേ ഒരു ചെറിയ തമാശ പോലെ മാഡത്തിന്റെ എക്സ് ബോയ് ഫ്രണ്ട് വന്നിരിക്കുന്നത് പറയുന്ന ആ സംഭവത്തിൽ. അപ്പോൾ അവിടെ നമുക്ക് അത് നമ്മൾ വിഷ്വലി നമ്മൾ ഇവരെ കണ്ട് ഇവരിതാണ് ഇന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലായി കഴിയുമ്പോൾ കർക്കശക്കാരിയാണ് അതെല്ലാം നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു, വിഷ്വലി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് അടുത്ത വീണ്ടും ഫോൺ വിളിച്ചിട്ട് ഇവരോട് പറയുമ്പോൾ വീണ്ടും ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യണം, വീണ്ടും പറയണം. അത് വീണ്ടും പറയുന്നത് അവിടെയാണ് ഈ പേസിങ് പോകുന്നത്. അവിടെ നമ്മൾ വേറൊരു പേസിങ്ങിൽ നിൽക്കുക. നമ്മളിപ്പോൾ അവരെ ഇപ്പോൾ തട്ടുമെന്നോ അവരെ ഇപ്പോൾ എന്ത് ഇത് ചെയ്യുമെന്നോ പറഞ്ഞ പേസിങ്ങിൽ നിൽക്കുമ്പോൾ ഇത് വിളിച്ച് വീണ്ടും ഡൈല്യൂട്ട് ചെയ്യുമോ ഒരു സീൻ വന്ന്. അപ്പം അതൊക്കെ എഡിറ്റിലൊക്കെ പോകേണ്ട സീനുകളാണ്. അതെ, ചേട്ടൻ പറഞ്ഞ പോലെ ചേട്ടന് പടം കണ്ടോണ്ടിരിക്കുകയാണെങ്കിൽ ഈ സീനൊക്കെ ഞാനാണെന്ന് എഡിറ്ററെങ്കിൽ ഇതൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്തിരുന്ന് പറഞ്ഞ ആളാണ്. ഇപ്പൊ സിനിമാക്കാരെ വിളിച്ചിട്ട് എന്താ ഞങ്ങളുടെ പടം വന്ന് എഡിറ്റ് ചെയ്ത് കാണട്ടെ അതിന്റെ കഴിവ്. അതുകൊണ്ടാണ് ഞങ്ങൾ പണിയൊന്നും ഇല്ലാതിരിക്കുന്നത്, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് അതുകൊണ്ടാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്. അല്ല, നമുക്ക് ആക്ച്വലി പേഴ്സണലി നമ്മുടെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് ഇത് കേട്ടോ. അതെ, ഇപ്പം നിങ്ങൾക്കും തോന്നുമല്ലോ ഇത് വേണ്ടായിരുന്നല്ലോ എന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പറയുമ്പോഴത്തേക്കും എഡിറ്റ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മൾ വിനീത് ശ്രീനിവാസൻ്റെ പടം എഡിറ്റ് ചെയ്യാറായി ഒന്നുമില്ല, ഒരിക്കലല്ല. നമ്മൾ പടം എൻഡ് ചെയ്യുമ്പോൾ ഈ തുടക്കത്തിലുള്ള ഒരു ടോണൽ ഇഷ്യൂ അല്ല, പടം എൻഡ് ചെയ്യുമ്പോൾ നമ്മളിത് എൻഡ് ചെയ്തു എന്ന് ഫീൽ ചെയ്യും, വീണ്ടും അവിടെ നിന്നും പടം പോകും. അതായത് നമ്മളത് കുറച്ച് അവിടെയൊക്കെയാണ് ലോജിക്ക് നേരത്തെ പോലെ. അതെ, നമ്മൾ ഈ പറഞ്ഞ സ്റ്റേജിങ്ങിന്റെ ഒക്കെ ഇഷ്യൂ ആണ്. അതായത് പട്ടാളക്കാർ വന്ന് ഒരു ഗോഡൌൺ വളയും, അവിടെ നിന്ന് രക്ഷപ്പെടാൻ പ്രത്യേകിച്ച് മാർഗങ്ങളൊന്നുമില്ല, കാരണം ഇവർ ഹെലികോപ്റ്ററിലാണ് വരുന്നത്. ഒരാള് ഈ ക്യാരക്ടർ നമ്മുടെ ഫ്രെയിമിൽ നിന്ന് ഔട്ടായി പോകുന്നു എന്നതാണ്, ലൊക്കേഷനിൽ നിന്ന് അദ്ദേഹം ഔട്ടായി പോകുന്നു എന്നുള്ളത് പഴയ സിനിമയിലൂടെ നമ്മളെ പണ്ട് പോലെ സിനിമയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്ന സാധനം. അപ്പോൾ ഒരു സീനിൽ ഫ്രെയിമിനകത്ത് നിന്ന് ആ ക്യാരക്ടർ മാറി ആ ക്യാരക്ടർ ആ സ്ഥലത്തു നിന്ന് ചിലപ്പോൾ ഷിഫ്റ്റ് ആയി എന്ന് കാണിക്കുന്ന ഒരുപാട് ടെക്നിക്ക് ഉണ്ടല്ലോ. അല്ല, പഴയ പോലെ എനിക്ക് തോന്നുന്നേ പുള്ളി മറ്റേ റൈറ്റർ ഇനിഷ്യലി എഴുതി ഈ കഥ ഇന്ത്യയിലായിരിക്കും. അങ്ങനെയാണ് ഈ കേരള പോലീസ് ആണെങ്കിൽ വലിയ സീനില്ല, നമുക്ക് രക്ഷപ്പെടാം. അല്ല, നമ്മൾ അങ്ങനെയുള്ള പടങ്ങളിൽ കാണുന്നത്. ഇപ്പം പോലീസ് ലാസ്റ്റ് വരുന്നു, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞാണ് വരുന്നത്. അങ്ങനെയാണ് പടം കാലകാലം. കേരള പോലീസ് മോശമാണെന്നല്ല, അങ്ങനെ സിനിമയിലെ കേരള പോലീസിന് അങ്ങനെ ഒരു ചീത്തപ്പേരുണ്ട്. അപ്പം ആ ലൈനിലാണോ ഇതിവർ വരുന്നത് ഹെലികോപ്റ്ററിലാണ്. അത് ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു ബിൽഡിങ്ങേ ഉള്ളൂ, ആ പച്ച, അതൊരു അബാൻഡൻഡ് പ്ലേസിലാണ്. അപ്പൊ അവിടെ നിന്ന് ഒരാളെ ഇറങ്ങി ഓടയാലും ഒരു കാറിലാണ് പുള്ളി പോകുന്നത്. കാറിൽ പോലെ ഹെലികോപ്റ്ററിൽ ഇരിക്കുന്നത് അതാരാടാ കാറിൽ പോകുന്നതെന്ന് ചോദിക്കും. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്ന് വില്ലൻ ഒറ്റയ്ക്ക് പെട്ടെന്ന് ഒരു എൻഡിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒരാൾ പോകുന്നു. അല്ല, അത് എന്തുകൊണ്ടാണെന്നറിയാം, അത് എന്തിനാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത് അറിയാം. മനസ്സിലായി, ആ ക്യാരക്ടറിന് തന്നെ തിരിച്ചു പോയിട്ട്, അതായത് ഈ പട്ടാളക്കാർ വന്ന് നായകനെയോ ആൾക്കാരെ എല്ലാം രക്ഷിക്കുന്ന സീൻ വെച്ചാൽ ഒരു സിനിമയുടെ എൻഡിങ്ങിൽ അതിനല്ല ഇമ്പാക്ട്. നായകനും വില്ലനും നേർക്ക് നേരുള്ള ഒരു അത് വേണമല്ലോ. അതിനാണ്
അത് ഈ പറയുന്ന രണ്ട് റൈറ്റേഴ്സ് വരുമ്പോൾ രണ്ടുപേരുടെയും ക്ലാഷ് അല്ല അതിനല്ലടാ ഇമ്പാക്ട് ഇതിനാ അതല്ല, അതായത് ഈ ഇപ്പം നമ്മൾ പറഞ്ഞ കോമൺ മാൻ്റെ സ്റ്റോറി ആണെന്നെങ്കിൽ ഈ പട്ടാളക്കാർ വന്ന് ഇറങ്ങി ഇവരെ സേവ് ചെയ്യുന്നിടത്ത് പടം ഫിനിഷാണ്. അതെ. പക്ഷേ ഈ ക്യാരക്ടർ പട്ടാളക്കാരനാണല്ലോ ഓൾറെഡി, അത് നമ്മുടെ നായകൻ. അപ്പം അതുകൊണ്ട് തന്നെ ആ നായകനെ വന്ന് അവസാനം ഇവർ രക്ഷിക്കുന്നതിന് അപ്പുറത്തേക്ക് ഒരു വില്ലൻ നായകൻ തമ്മിലുള്ള ഒരു നായകൻ പിന്നീട് ബൈക്ക് വന്നു അവിടെ നിൽക്കുന്നില്ല. ആ ക്യാരക്ടറിന് ഒരു പ്രശ്നം പെട്ടിട്ട് വീണ്ടും ഒരു ക്യാരക്ടർ വരുന്നു. അതെ, എന്നിട്ട് ആ ക്യാരക്ടറിന് ഒരു എല്ലാവരുടെയും സ്റ്റോറി ഇങ്ങനെ കൊണ്ട് കൂട്ടിക്കെട്ടി ഒരു ഭംഗിയുള്ള ബലൂൺ ആ ഒരു ലൈൻ ആണ് നമുക്ക്. അപ്പം അങ്ങനെ അതാണ് നമുക്ക് സംശയം, ഇതെന്താണ് ഇങ്ങനെ വന്നതെന്നുള്ളൊരു സംശയം. ഈ മൾട്ടിപ്പിൾ റൈറ്റേഴ്സിൻ്റെ ഒരു ഫീലാണ്. അപ്പോൾ ഇതാണ് ആക്ച്വലി ഞങ്ങൾക്ക് കരം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. ഈ സിനിമ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. നമ്മൾ കുറച്ചധികം ഹാർഷ് നെഗറ്റീവ് ആവുന്നതല്ല. അല്ല നമ്മളങ്ങനെ അത്ര നെഗറ്റീവായിട്ടൊന്നും നമ്മൾ പറഞ്ഞില്ലല്ലോ. നമുക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ പോസിറ്റീവ് കുറഞ്ഞു പോയതുപോലെ. അതെ, പോസിറ്റീവ്. അതായത് അതും കൂടെ പറഞ്ഞേക്കാം, അത് പടത്തിന് ഒരു ഫ്രഷ്നെസ് ഉണ്ട്. അതായത് ഇതൊരു വിനീത് ശ്രീനിവാസൻ സിനിമകൾ എന്ന് പറയുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്ത് പോകുന്നതൊന്നും അല്ല നമുക്ക് കിട്ടുന്നത്. ആ എക്സ്പെക്റ്റേഷനെ ബ്രേക്ക് ചെയ്യുന്നതിനെ പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം, നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എടുക്കാം. എക്സ്പെക്ട് ചെയ്ത സാധനം അല്ലടാ, അതിനും മേലെയാണെന്ന് തോന്നാം, അതിനും മോശമായെന്ന് തോന്നാം. നമുക്ക് നമ്മുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തില്ല എന്ന് തോന്നി എന്നുള്ളതേ ഉള്ളൂ. ബാക്കി അതെ, നിങ്ങൾക്ക് എന്താണ് ഫീൽ ചെയ്തെന്ന് തോന്നുന്നത് നിങ്ങൾ കമൻറ്റിൽ പറയൂ. നമ്മളോട് യോജിക്കുന്നവരാണെങ്കിലും വിയോജിക്കുന്നവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തും.